Hello friends, welcome back to my channel SSC Cooking World. നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി വറുത്തെടുത്ത തനി നാടൻ ചിക്കൻ കറിയുടെയും അതുപോലെ തന്നെ പാലപ്പത്തിൻ്റെയും റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഈ ചിക്കൻ കറി മുളക് കറിയായിട്ടും കഴിക്കാം കേട്ടോ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലില്ലേ അതാണ് കേട്ടോ ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ചെറിയ പീസ് നമ്മളുടെ സവാളയിലെ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നമ്മളുടെ കയ്യിൽ കുഞ്ഞുള്ളിയിലെ ചെറിയ ഉള്ളി അതുണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റാട്ടോ. എന്നിട്ട് ഒരു വലിയ തേങ്ങ എടുക്കണം. അതിൽ നിന്ന് ഒരു ഹാഫ് പോർഷനാണ് ഒരു മുറി തേങ്ങ, അതാണ് ഞാൻ ചിരുവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് നല്ല പോലെ ഈ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ എന്നൊക്കെ പറയുന്നില്ലേ, ആ കളർ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കളർ ആകുമ്പോഴത്തേന് നമുക്ക് ഇതിനെ ഇന്ന് മാറ്റാം. എന്നിട്ട് ഗ്രൈൻഡറിലോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ബാക്കി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഒരു ഹാഫ് പോർഷൻ തേങ്ങയിൽ മറ്റേ മുറി അങ്ങനെ ഒരു ഫുള്ള് തേങ്ങ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഒന്ന് വറുത്തതും ഒരു മുറി വറുക്കാത്തതും, അതാണ് ഈ കറിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോയിലെ മീഡിയം സൈസ് ആണെങ്കിൽ മീഡിയം അല്ലെങ്കിൽ സ്മോൾ അതേ വലുപ്പത്തിൽ തന്നെ സവാള നീരുള്ളിയിലെ അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ ഒരു 4 അല്ലി ഇട്ട് കൊടുത്തോ. ഒരു പീസ് ചെറിയ ഇഞ്ചിൻ്റെ പീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സ് ഉണ്ടെങ്കിൽ ഒരു 2 ലീവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഹാഫ് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 3 ടേബിൾ സ്പൂണ് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി ഉണ്ടെങ്കിൽ അത്, നോർമൽ മുളക് പൊടി ഉണ്ടെങ്കിൽ അത്, അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയിലെ കൊറിയാണ്ടർ പൗഡർ അതുകൂടി ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂണാണ് ഞാൻ 2 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരേ അളവിൽ എടുക്കണം. പിന്നെ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കാം. ആ ടൈമിൽ നമ്മൾ ഇതിലേക്ക് സവാള വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു സവാളയും ഒരു ടൊമാറ്റോയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ചിക്കനും, അത്രയാണ് ഞാൻ ഇതിലേക്ക് അടിച്ചിട്ടുള്ളത്. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. എന്നിട്ടായിട്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ സവാളനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കണം. ആ വഴറ്റിയെടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്കപ്പോൾ എന്തുണ്ടാക്കുമ്പോൾ കറിവേപ്പില ഇടാത്ത എന്തല്ലേ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ കറിവേപ്പില പാങ്ങിലിട്ട് ഒടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ടൊമാറ്റോനും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചതച്ച് വെച്ചതാണ്, അത് കൂടി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നല്ല പോലെ ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടായിട്ടാണ് നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ മുളകിൻ്റെ കൂട്ടിലെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവേ. ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലെ ചിക്കൻ കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം തന്നെയാണ്. ഇന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്ക്, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിങ്ങനെ മുളക് കറി മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് അടിച്ചു വെച്ചിട്ട് ഈ മുളക് നല്ല പോലെ തിളച്ച് വരൂലേ, ആ ബബിൾസൊക്കെ വന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഒരു ചിക്കന്, അതാണ് ഈ കറിക്കുള്ള പാകത്തിനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുള്ളത്. അപ്പോൾ ഒരു ചിക്കന് അത് എത്ര വലുപ്പത്തിലുള്ളതോ ചെറുപ്പത്തിലുള്ളതോ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഫുള്ളായിട്ട് മുഴുവനായിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. ബ്രോയിലർ ചിക്കനൊക്കെ ആകുമ്പോൾ 10 മിനിറ്റ് ഒന്നും വേണ്ടൊന്നും വരില്ല. അതിനായിട്ട് മുമ്പ് തന്നെ അത് വെന്ത് കിട്ടും. നല്ലോണം വെന്തിട്ട് കുഴഞ്ഞ രൂപത്തിലില്ല, അങ്ങനെ ആക്കി എടുക്കണ്ടാവേ. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരപ്പൊഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി അരപ്പിന് കൂടി തിളപ്പിക്കുമ്പോൾ നല്ലോണം വെന്തിട്ട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഒരു ഹാഫ് കുക്കാകുമ്പോൾ തന്നെ നമ്മൾക്ക് ഇതിലേക്ക് 1/2
അരപ്പ് ഒഴിച്ചു കൊടുക്കാം. വറുത്തരച്ച തേങ്ങയുടെ കൂട്ടാണ് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ടൈമിൽ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് പോരാത്ത ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലൻ്റെ പൗഡറില്ലേ അത് കൂടി 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് മസ്റ്റാണ്. അപ്പോഴാണ് നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള തനി നാടൻ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറി. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല ആരും, എന്നാൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്കും. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാകുമ്പോഴത്തേന് അവിടുത്തെ കറിയുടെ ടേസ്റ്റ് അറിഞ്ഞിട്ട് ഞാൻ റെസിപ്പി ചോദിച്ച് വാങ്ങിച്ചിട്ട് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഈ റെസിപ്പിയാണ് കേട്ടോ ഇവിടെ. ഇനി പാലപ്പം ഉണ്ടാക്കാൻ അറിയില്ലെന്നോ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് ശരിയായില്ലെന്നോ ആരും പറയാൻ പാടില്ല കേട്ടോ. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഷുവർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. നിങ്ങളെല്ലാവരും തയ്യാറാക്കിയിട്ട് നോക്ക്. എല്ലാവർക്കും ഉറപ്പായിട്ടും കറക്റ്റായിട്ട് കിട്ടും. അറിയാത്തവർക്കുണ്ടെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചോറും 1 കപ്പ് നമ്മളുടെ തേങ്ങയിലും ഫ്രഷ് തേങ്ങ അതാണ്. 2 കപ്പാണ് ഞാനിവിടെ പച്ചരി എടുത്തിട്ടുള്ളത്. നമ്മൾക്ക് അളവിന് അനുസരിച്ചിട്ട് വേണ്ടത്ര എടുക്കാം. എനിക്കിവിടെ 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങയും എടുത്താൽ മതി. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പച്ചരിയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇതിൻ്റെ 2 പോർഷൻ ആക്കിയിട്ടാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നുള്ളത്. ഇത് മൊത്തത്തിലായിട്ടാകുമ്പോൾ 2 കപ്പ് അരിയില്ല, അപ്പോൾ മുഴുവനായിട്ട് വരുന്നുണ്ട്. അത് കാരണമാണ് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ അരച്ചെടുക്കുന്നുള്ളത്. അതിന് ആദ്യം ഒരു 1/2 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങയും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ അരച്ചെടുത്ത് വരാം. നല്ല മഷി പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം കട്ടിക്ക് അരക്കാനും പാടില്ല, നല്ലോണം ലൂസായി പോകാനും പാടില്ല. നമ്മളുടെ ദോശക്കൊക്കെ എങ്ങനെയാണ് പാകം അതിനനുസരിച്ചിട്ട് നിങ്ങൾ അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്ത മാവിനെ ഞാനൊരു വലിയ ബോളിലേക്ക് തന്നെയാണ് കേട്ടോ മാറ്റി കൊടുക്കുന്നുള്ളത്. ഇല്ലെങ്കിൽ ഇത് രാവിലെ ആവുമ്പോൾ പൊങ്ങി വരും. ഇതിലേക്കുള്ള ഒരു സൂത്രമാണ് കേട്ടോ, ഒരു ടിപ്പ്. വെളിച്ചെണ്ണയാണ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിനെ മൂടി വെച്ചിട്ട് പെർമെൻറ്റേഷന് വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം. ഞാൻ ഇത് രാത്രി ഒരു 10-11 മണിക്കാണ് ഞാനിത് അരച്ച് വെക്കുന്നുള്ളത്. രാവിലെ 6-6:30 മണിക്കോടെ ഞാനിത് എടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ സ്കൂൾ പോകുന്ന ആ ടൈമിലൊക്കെ ആയിട്ട് അങ്ങനെ ഞാനിത് ഇവിടെ നല്ല തണുപ്പുമാണ്. എന്നിട്ടും നല്ല പോലെ എനിക്കിവിടെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലതാ ഇത്രക്കും ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതാണ്. ആർക്കും ഫ്ലോപ്പൊന്നും ആയി പോവില്ല. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് പൂ പോലത്തെ പാലപ്പമാണ് നമുക്കിവിടെ കിട്ടുന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നമ്മൾക്കിതിനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് പാലപ്പം ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പാലപ്പത്തിൻ്റെ ചട്ടിയിൽ തന്നെയാണ്, പാലപ്പച്ചട്ടിയില്ലേ ആ ചെറുത്, അതിൽ തന്നെയാണ് ഞാൻ ചുട്ടെടുക്കുന്നുള്ളത്. ഇത് എന്തിൽ വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വേണമെങ്കിൽ കൂടുതൽ പേരും അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിൽ തന്നെയാണ് ഇതിലാണ് ഇത് ചുട്ടെടുക്കുന്നുള്ളത്. ഇതിലുണ്ടാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ അത് ഉണ്ടയായിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോവും, ഫ്ലോപ്പായി പോവും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചട്ടി ചൂടായാൽ മതി. അതിന് ശേഷം നമ്മൾക്ക് ഇത് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെക്കാം. അപ്പോൾ നല്ല ഹോൾസ് ആയിട്ടൊക്കെ നല്ല പാലപ്പം എങ്ങനെയായിരിക്കുക അങ്ങനെ ആയിട്ട് വരും കേട്ടോ. ഇത് ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയിട്ട് കാണുന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മൾക്ക് എങ്ങനെ ഇഷ്ടത്തിലായിട്ട് ഇതിനെ ചുറ്റിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം നമ്മൾക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കൈകൊണ്ട് തന്നെ പെറുക്കിയെടുക്കാം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പെറുക്കിയെടുക്കാം കേട്ടോ. ഇത് നമ്മൾക്ക് വേറെ തവി വെച്ചിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിന് കാണിച്ചു തന്നേയുള്ളൂ ഇങ്ങനെ. ഇത് മുട്ടക്കുറുമയുടെ കൂടെയോ മട്ടൻ സ്റ്റൂവിൻ്റെ കൂടെയോ അതുപോലെ തന്നെ ചിക്കൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോൻ രാവിലെ സ്കൂളിൽ പോകുന്ന ടൈമിൽ കഴിക്കുന്നതാണ് കേട്ടോ അത് കാണിച്ചിട്ടുള്ളത്. ഇത് ഞാൻ കൈകൊണ്ട് തന്നെ പെറുക്കിയെടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ തയ്യാറാക്കിയിട്ട് നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റെസിപ്പി. പെർഫെക്റ്റ് ആണ്. ഞാൻ പറഞ്ഞ അതേ അളവിൽ
രാവിലെ അതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അതേപോലെ തന്നെ പാലപ്പം ഉണ്ടാക്കാം എളുപ്പത്തിൽ തന്നെ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിനു മുമ്പും ഞാൻ പാലപ്പം അരിപ്പൊടി കൊണ്ട് ചുടുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് നോക്ക്. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.